മൂന്ന് പേരും മൂന്ന് കളറുണ്ട്. പച്ച, മഞ്ഞ, ചുമലയുടെ അവയായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെ പോവാ മിച്ചു? ഊട്ടി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് വെൽക്കം ടു എഫ് ഫാമിലി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ പോകുന്നത് ഊട്ടി പട്ടണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളൊരു 3 ഡേയ്സ് ഊട്ടിയിലേക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ വെളുപ്പിനെ 4 മണിക്കാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. ഊട്ടിയിലേക്ക് പോകുമ്പം ഒരു 8 അവേഴ്സ് ഓൾമോസ്റ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് വെളുപ്പിനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഒരു 11 ഒക്കെ ആകുമ്പോഴത്തേക്കും എത്താമെന്നുള്ള പ്ലാനിങ്ങിലാണ് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുള്ളത്. മിച്ചു അതിന് ഞങ്ങളുടെ കൂടെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ചായയും ബ്രെഡ് ഓംലെറ്റൊക്കെ കഴിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ച ക്ഷീണത്തിൽ ഞാനും അവനും കിടന്നുറങ്ങി. പിന്നെ ബേബിയാണ് വണ്ടി ഓടിച്ച് പോകുന്നത്. നമ്മുടെ ഇതൊരു 1 വീക്ക് പ്ലാൻ ആട്ടോ ഊട്ടിയിലേക്ക് പോകുന്നത്. ഹലോ ഗായ്സ്, നമ്മൾ ഹൈവേ വിട്ടൊന്ന് ചെറിയൊരു ഡിവേഷൻ എടുത്തു. വേറെ ഒന്നുമല്ല, ഓൾമോസ്റ്റ് നമ്മളൊരു പാലം കയറി ഒരു 50 മീറ്റർ പോയപ്പോൾ തന്നെ വണ്ടികളെല്ലാം തിരിച്ചു വരുന്നു. നിർത്തി എന്നാന്ന് ചോദിച്ചപ്പോൾ നല്ല ബ്ലോക്ക് ആക്സിഡന്റ് എന്തോ പറ്റിയതാന്ന് പറഞ്ഞു. നമ്മൾ കുഴൽമണം അങ്ങനെ പറഞ്ഞൊരു സ്ഥലത്തിൻ്റെ അടുത്ത്, പാലക്കാടിന് ഒരു 12 കിലോമീറ്റർ ഇപ്പുറമായിട്ട്. അവർ പറഞ്ഞു തിരിച്ചു വിട്ടോളാൻ പറഞ്ഞു. ഇപ്പുറത്ത് വേറൊരു സർവീസ് റോഡ് വഴി കയറി അകത്തോടൊക്കെ കയറി നമ്മൾ പാലക്കാട് ടൗൺ ടച്ച് ചെയ്ത് പോവുക. അതെ, ഹൈവേ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഹൈവേയുടെ സൈഡിൽ കൂടെയാണ് പാലക്കാട് ടൗൺ ടച്ച് ആകുന്നില്ലെന്ന് തോന്നുന്നു, അറിയത്തില്ല. റോഡ് മൊത്തം ബ്ലോക്കാണ്. എന്നാ പറ്റിയെന്നൊരു പിടുത്തില്ല. എങ്ങനെ പോയാലും ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അടുത്ത് ബ്ലോക്ക് തന്നെ. പാലം മൊത്തം ബ്ലോക്ക്. നേരത്തെ നമ്മൾ വന്ന് ഹൈവേ കയറി, ഇപ്പുറത്ത് ഹൈവേ കയറി 1.5-2 മണിക്കൂർ 2 കിലോമീറ്ററിന്റെ മേളില് ഉണ്ട്. 1.5 മേളിൽ ഉറപ്പാ. എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല. ബ്ലോക്കാണോ വണ്ടി മറിഞ്ഞു പോയതാണോ എന്നാന്ന് ഒരു പിടുത്തമില്ല. നല്ല ബ്ലോക്കായി പോയത്. കറക്റ്റ് ഭാഗ്യത്തില് നമ്മളൊരു ഫ്ലൈ ഓവർ പോലത്തെ ഇത് കേറി കുറച്ച് ദൂരം എത്തിയ ഉടനെ നമുക്ക് അവരെ തിരിച്ചു വിട്ടോളാൻ പറഞ്ഞു. നമ്മൾ അങ്ങനെ ഇറങ്ങി. അന്നേരം കുറെ 2-3 നാട്ടുകാരെല്ലാം താഴെ കൂടെ ഓടി വരുന്നുണ്ടായിരുന്നു. വണ്ടികളെല്ലാം കൈ അടിച്ച് താഴെ കൂടെ ഇറക്കി വിട്ടു. നേരത്തേക്ക് നമ്മൾ അവിടെ പെട്ടാണ്. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് പാലക്കാട് അടുത്താകാറാണ്. ബോർഡ് കണ്ടായിരുന്നു ഒരു 10 കിലോമീറ്റർ അടുത്തേക്കാണ്ട്. 12 കിലോമീറ്റർ 14 മാറിപ്പോയി 14. അപ്പൊ 10 കിലോമീറ്റർ കൂടി ഇനി കാണത്തുള്ളൂ. വലിയ കാല് കൊടുത്തൊന്നുമില്ല, നോർമലി ഒരു സ്പീഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓടിച്ചോടിച്ച് ലാസ്റ്റ് കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാനും മിച്ചും എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നിർത്തി നിർത്തി പോകുന്നതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത്. എന്നാലും ഒരു ട്രിപ്പിൽ എനിക്കൊരു എൻജോയ്മെൻറ്റ് വരത്തുള്ളൂ. അങ്ങനെ നമ്മൾ കണ്ടത് ആര്യാസിലാണ്, വെജിറ്റേറിയൻ ഹോട്ടലിൽ. അപ്പോൾ നമ്മൾ നേരെ പോയി. എനിക്ക് ആസ് യൂഷ്വൽ ഞാൻ ഇഡ്ഡലി വട സാമ്പാറാണ് എപ്പോഴും കഴിക്കാറുള്ളത്, മിച്ചുവും ഞാനും കൂടെ. പിന്നെ കഴിക്കുകയാണെങ്കിൽ നെയ് റോസ്റ്റാണ്. ഇവിടുത്തെ പ്രത്യേകിച്ച് ഫുഡ് എനിക്ക് കുറച്ച് സാമ്പാറിലൊക്കെ കുറച്ച് ഡിഫറൻസ് നമ്മുടെ ഇതിലേക്കാട്ടിലും തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ ടോയ് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര കച്ചലായിരുന്നു. എവിടെ പോയാലും ഒരു ടോയ്, അത് വളരെ മസ്റ്റായിട്ടുള്ള കാര്യമാണ്. പുതിയ പുതിയ ടോയ് വേണം അവന്. അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഓർക്കസ്ട്രയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി ഓടിക്കാമെന്ന്. പിന്നെ എൻ്റെ സ്കില്ലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനാണ് അങ്ങോട്ട് കുറച്ചേറെ നേരം വണ്ടി ഓടിച്ചത്. ബേബി ചങ്കടുപ്പോടെ സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ബേബിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ വണ്ടി തരാൻ ഭയങ്കര അങ്ങനെ എന്തുവാട്ടെ. പിന്നെ നമ്മൾ ഊട്ടി അടുത്തെത്താറായി. ഇതാണ് നമ്മളെ പാസ് കാണിക്കേണ്ടുന്ന സ്ഥലം. കയറി വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെയാണ് പാസ് കാണിക്കേണ്ടത്. ഊട്ടി. ഊട്ടിക്ക് നമുക്കിനി ഒരു 20 കിലോമീറ്റേഴ്സാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മൾ വീണ്ടും നിർത്തിയിരിക്കുകയാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ചായ എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ്, ജിഞ്ചർ മസാല, അങ്ങനെ കുറേ ജിഞ്ചർ മസാലയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ചൂടായിട്ട് നൂഡിൽസ് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു തണുപ്പത്ത് നൂഡിൽസ് കഴിക്കാൻ ഒരു ഭയങ്കര വേറെ ഫീലാണ്. ഇതിനു മുന്നേ മണാലി പോയപ്പോഴാണ് ഇതേപോലെ നൂഡിൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളായിട്ടൊക്കെ നിങ്ങൾ പോകുകയാണെങ്കിൽ
ഈ ഒരു മങ്കി ക്യാപ്പ് കയ്യിലെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കാറ്റൊക്കെ കയറാണ്ടിരുന്നോളും. അപ്പം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു റൂമിലൊക്കെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാമല്ലോ എന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് ഓൾമോസ്റ്റ് 3500 ആണ് കേട്ടോ. ഇപ്പോൾ ഡൈനിങ് ഏരിയ, അതേപോലെ തന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, കിച്ചൺ ഏരിയ പോലെ. പിന്നെ ഇങ്ങനെ അകത്തേക്ക് വരുമ്പോഴാണ് നമുക്കൊരു അടിപൊളി റൂമുള്ളത്. ഇവിടെ എനിക്ക് റൂം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരു എന്താ പറയുക, ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ അകത്തേക്ക് ഇങ്ങനെ വന്ന് നമുക്ക് മൊത്തം കാണാം കേട്ടോ ബാക്കിലേക്കുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമേ കിട്ടിയിട്ടുണ്ടായിരുന്ന റൂം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സ്റ്റാൻഡേർഡ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡീലക്സ് റൂമിലേക്ക് മാറുമായിരുന്നു. പിന്നെ ചെക്ക് ഇൻ ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ. കാരണം നമ്മളൊരു 12:30 ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാ പ്ലേസും നമുക്കൊരു 6 വരെയാണുള്ളത്. അപ്പോൾ നമ്മൾ റൂമിലൊക്കെ ചെക്ക് ഇൻ ചെയ്തു. എന്നിട്ട് നമ്മൾ വേഗം തന്നെ ഇറങ്ങി. കാരണം ഇപ്പോൾ തന്നെ സമയം 1:30 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും ടൈമില്ല. നമ്മൾ എവിടെയെങ്കിലും കയറണമെന്നുണ്ടെങ്കിൽ 5 വരെ ഉള്ളൂ നമുക്ക് എൻട്രി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എത്തണം. ഇവിടുന്ന് നമ്മൾ എടുത്തിരിക്കുന്ന റൂമിൽ നിന്ന് അറൗണ്ട് 18 മിനിറ്റ്സ് ആണ് നമ്മൾ മെയിൻ ഊട്ടിയിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ പോകുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചോക്ലേറ്റ് ഫാക്ടറി, അത് കഴിഞ്ഞ് കർണാടക ഗാർഡൻസ് എന്ന് പറഞ്ഞതിൽ പോകണം. പിന്നെ ഒരു ബോട്ടിങ്ങിൻ്റെ ഇത് നോക്കണം. ഒരു പ്ലേസ് കൂടെ കറക്റ്റ് അങ്ങനെ പ്ലേസ് ഉണ്ട്. പക്ഷേ അത് മോർണിംഗ് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ വ്യൂ ഉള്ളത്, ഫോഗൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ 3 പ്ലേസ് ഇന്ന് കവർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. കാരണം നമ്മൾ ഫുഡും കഴിച്ചിട്ടില്ല. ഇനി പെട്ടെന്ന് ഷടപടയൊന്നും ഫുഡും കഴിച്ചിട്ട് വേണം ഈ പ്ലേസും കവർ ചെയ്യണം. 5 6 മാക്സിമം കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. പെട്ടെന്ന് ഇറങ്ങണം. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തേക്ക് പോവാം. ലെറ്റ്സ് ഗോ. പിന്നെ നമ്മൾ നേരെ പോയത് ചോക്ലേറ്റ് ഫാക്ടറിയിലാണ്. കുറേ വീഡിയോസിലൊക്കെ ചോക്ലേറ്റ് ഫാക്ടറി എന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ സംഭവം എന്താണെന്ന് എനിക്ക് ഇതുവരെ ക്ലിക്കായിട്ടില്ലായിരുന്നു. ഇവിടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം മുക്കിലും മൂലയ്ക്കൊക്കെ ചോക്ലേറ്റ് ഫാക്ടറി. എൻ്റെ വിചാരം വലിയ ചോക്ലേറ്റ് ഒക്കെ കാണിക്കുന്ന ഫാക്ടറി അതൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതല്ലായിരുന്നു ഇത്. ഇത് ചെറുതായിട്ട് അവിടെ നിന്ന് അവർ ചോക്ലേറ്റ് ഒക്കെ മേക്ക് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ വലിയ ചോക്ലേറ്റ് ഫാക്ടറി ഇവിടെ അല്ല കേട്ടോ. എല്ലായിടത്തും ചോക്ലേറ്റ് ഫാക്ടറിയാണ്. നമ്മൾ ഏതൊരു ഷോപ്പ് എടുത്ത് നോക്കിയാലും ചോക്ലേറ്റിൻ്റെ എല്ലായിടത്തും ചോക്ലേറ്റ് ഫാക്ടറിയാണ്. അവരങ്ങനെയാണ് ബോർഡ് വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതല്ല എന്ന്. പിന്നെ ഇവിടെ കയറിയ സ്ഥിതിക്ക് ഒന്നും വാങ്ങിക്കല്ല, ഇറങ്ങാതെ എങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് അവിടെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ചോക്ലേറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ തന്നെയാണ് കേട്ടോ. നമ്മൾ കുറേ സ്ഥലത്ത് പിന്നെ ഫാക്ടറിയിലൊക്കെ പോകുന്നുണ്ട്, അത് വരുന്ന വീഡിയോസിലുണ്ട്. പക്ഷേ ആണെങ്കിൽ ഇവിടുത്തെ ചോക്ലേറ്റ് ഫാക്ടറിയിലെ ചോക്ലേറ്റാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. ഊട്ടി പോകുമ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കണമെങ്കിൽ തലശ്ശേരി തക്കാരം എന്ന് മാപ്പിൽ സെർച്ച് ചെയ്താൽ മതി. നിയറസ്റ്റ് ഔട്ട്ലെറ്റ് നിങ്ങൾക്ക് കിട്ടും. കാരണം ഒരുപാട് തലശ്ശേരി തക്കാരം ഉണ്ട് കേട്ടോ. എവിടെ പോയാലും നമുക്ക് തലശ്ശേരി തക്കാരത്തിൽ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റും. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ഫുഡും ഇവിടെ നിന്നാണ് കഴിച്ചത്. ഈ ഒരു ഷോപ്പിൽ നിന്നല്ല, കാരണം നമ്മൾ പല സ്ഥലത്തും പോകുമ്പോഴത്തേക്കും തലശ്ശേരി തക്കാരം നിയർ എന്ന് വരച്ച് കൊടുക്കുമ്പോഴത്തേക്കും ലൊക്കേഷൻ വരും. അങ്ങനെ ഫുഡ് നന്നായിട്ട് കഴിച്ചാൽ അടിപൊളി മീൽസും ബിരിയാണിയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് കർണാടക ഗാർഡനിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഗൂഗിൾ പേ ഇല്ല, ക്യാഷ് ഒള്ളിയാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമുക്ക് ഇവിടെ പോലെ എൻട്രി ഫീസ് കൊടുക്കാനുള്ള പൈസയൊക്കെ നമ്മൾ ലിക്വിഡ് ക്യാഷായിട്ട് തന്നെ എടുത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആ മെയ്സാണത്. മെയ്സ് മീൻസ് ഒരു സൈഡിൽ കൂടെ എൻട്രി ഉണ്ട്, എക്സിറ്റ് എവിടെയാന്ന് തരുന്നത്. നമ്മൾ പോയി ഗ്ലാസ് ഹൗസ് പോലെ. പിന്നെ നമ്മൾ നേരെ പോയത് ഫ്ലവറിൻ്റെ ഏരിയയിലേക്കാണ്. ഇവിടെ നമുക്ക് കുറേ ഫ്ലവേഴ്സ് വെറൈറ്റി ഒരുപാട് കാണാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഫ്ലവേഴ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം അത്ര അധികം ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്, ഒരുപാട് നടക്കാൻ വേണ്ടിയിട്ടുമുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ കുറച്ച് കണ്ടതേ ഉള്ളൂ. കാരണം ഇത് ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്, എത്ര നോക്കിയാലും കണ്ടു തീരുന്നില്ല. അങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവിടെ ഇവിടെയൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒരു വാട്ടർ ഫൗണ്ടൻ പോലെ ഒരു സാധനമുണ്ട്. എന്തൊക്കെയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി മറ്റേ കേബിൾ പാലമുണ്ട്, അവിടെ പോവാം എന്തായാലും. ഓക്കെ, ഇനി അവിടുത്തെ നോക്കാം. അങ്ങനെ നമ്മളത് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്നു. അവിടെ നമുക്കിനി അപ്പുറത്തോട്ട് പോവാം.
കൊടുക്കുന്ന വേറെ ഉണ്ട് കളറില്ലാത്ത സാധനങ്ങളുണ്ട്. എല്ലാത്തിനെയും പിടിച്ച് മട്ടൻ കറി പിടിച്ച് നല്ല എണ്ണയിലിട്ടങ്ങ് പൊരിച്ച് കുരുമുളക് പൊടി ഇട്ട് അങ്ങോട്ട് അടിക്കണം. ആഹാ അന്തസ്. ഇപ്പുറത്തെ എന്തോ ഉണ്ടെന്ന് ഇതെന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും വന്നൊക്കെ ദേ ഫിഷ്. അരയണ്ണല്ലേ ഇത്? താറാവ്, വാത്ത് വാത്ത്. അവര് പാലം കയറാൻ പോയിട്ടുണ്ട്. കയറി ഞാനിവിടെ നിന്നിങ്ങനെ ഫോട്ടോ എടുക്കാന്നുള്ള രീതിയിൽ നിൽക്കുന്നു. അങ്ങനെ ഞാനും പാലത്തിൽ കയറി. മഴ പെയ്തിരിക്കുന്ന നല്ല വെള്ളമുണ്ട്, ചെറിയ സ്ലിപ്പാവുന്നുണ്ട്. കഴിഞ്ഞ തട്ടേക്കാട് പോയ പാലത്തിൻ്റെ അത്രയും നീളമില്ല, അതിൻ്റെ ഒരു 3/4 നീളമുണ്ട്. ഹലോ, എങ്ങനെയുണ്ട്? എന്താണ് അഭിപ്രായം കർണാടക ഗാർഡൻസിനെ കുറിച്ച്? മിച്ചെന്താ നടന്നാലെന്താ അതിനെ പറ്റി? നടക്ക്. പേടിക്കണ്ട ഇറക്കി വിട്ടു. പേടിക്കണ്ട, മമ്മ കൈ പിടിക്കൂ. കർണാടക ഗാർഡനിൽ നമ്മൾ നേരെ പോയത് ഊട്ടി ലേക്കിലേക്കാണ്. വൺ ഓഫ് ദി പ്ലേസ് ആണ് നമ്മൾ ഊട്ടിയിൽ വിസിറ്റ് ചെയ്യുക എന്നുള്ളത്, ഊട്ടിയിലെ ലേക്ക്. അവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് പെർ അഡൽറ്റ് 25 റുപ്പീസാണ്. അതായത് നമ്മൾ ആ ലേക്കിലേക്ക് കയറാനുള്ള എൻട്രി ഫീസാണ് കേട്ടോ, പെർ അഡൽറ്റ് 25 റുപ്പീസ്. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ എൻട്രി ചെയ്ത് അകത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ ബോട്ടിംഗ് സർവീസസിൻ്റെ ഒക്കെ ഇവിടെയാണ് കേട്ടോ ഉള്ളത്. ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് ഇവിടെ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ ബോട്ടിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് 2 സീറ്റർ 3 സീറ്റർ അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ നമ്മൾ എത്ര പേഴ്സൺസ് ആണോ ഉള്ളത് അതനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ 2 പേരായതുകൊണ്ട് നമ്മൾ 2 സീറ്ററിൻ്റെ ആണ് പെഡൽ ബോട്ടിങ് എടുത്തിട്ടുണ്ടായിരുന്നത്. സ്പീഡ് ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അത് എടുത്തിട്ടില്ല, ഇത് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് വന്നു. കാരണം ഓൾമോസ്റ്റ് എല്ലാ പ്ലേസസും 6 o'clock ആകുമ്പോൾ ഊട്ടിയിൽ ക്ലോസ്ഡ് ആവും. പിന്നെ ആരും റോട്ടിലിറങ്ങി നടക്കാതെ നേരെ വീട്ടിൽ കയറുകയാണ് ചെയ്യുന്നത്, റൂമിലേക്ക് കയറും. അങ്ങനെ വേറെ സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ തണുപ്പൊക്കെ ആയതുകൊണ്ട് നേരെ റൂമിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്ത് തന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഡിന്നർ ഓർഡർ ചെയ്തു. കാരണം നമ്മൾ ടൗണിലേക്ക് പോകാൻ കുറച്ച് ടൈം എടുക്കും, ഒരു 15 മിനിറ്റ്സ് എടുക്കും. അതുകൊണ്ട് ഇനി പുറത്ത് തണുപ്പൊക്കെ ഇവനെ കൊണ്ട് അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെയാണ് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ നൈറ്റ് അവിടെ തന്നെ ചില്ല് ചെയ്തു. എവിടെയാണ് നമ്മൾ ബബിൾസ് വാങ്ങിക്കാൻ വേണ്ടി കരച്ചില്ല. അപ്പം അതാണ് നമ്മുടെ റൂം വന്നിട്ട്. നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പുണ്ട്, സെറ്ററൊക്കെ ഇട്ട് വേണം നടക്കാനായിട്ട്. പിള്ളേരെ കൊണ്ടുവരുവാണെങ്കിൽ ഫുൾ സെറ്റർ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഭയങ്കര തണുപ്പാണ്, രാത്രിയിലൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ടോയ് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതൊരു 12:30 ആണ്. അപ്പം അതിന് മുന്നേ ഒരു 11 o'clock ഇവിടെ ചെക്കൗട്ട് ചെയ്തിട്ട് അവിടെ പോയി ട്രെയിൻ നമ്മൾ 12:30 പോയി കഴിഞ്ഞാൽ 1 ആകുമ്പോൾ അവിടെ എത്തും. പിന്നെ തിരിച്ചുള്ള ട്രെയിൻ നമുക്ക് കിട്ടി വയ്ക്കുന്നത് 4 o'clock. അപ്പോൾ നമ്മൾ അത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അവിടെ എന്തെങ്കിലും കാണാൻ പോകണമെങ്കിൽ കാണാൻ പോകണം. അപ്പോൾ ഇന്നത്തെ എന്താണെന്ന് ശരിക്കും പ്ലാൻ ചെയ്തിട്ടില്ല. എവിടെയൊക്കെ കാണാൻ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവിടെ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ നിയറസ്റ്റ് പ്ലേസസ് നോക്കാനാണ് ഇതുവരെ വിചാരിച്ചേക്കുന്നത്. കാരണം അല്ല നമ്മുടെ ടൈമിംഗ് ഒക്കെ തെറ്റിപ്പോവും. അപ്പോൾ നമ്മൾ അവിടുത്തെ റൂമിൽ നിന്ന് ഇവിടെ റെസ്റ്റോറൻറ്റ് റോഡ് സൈഡിലാണ്, അവിടെ വരെ നടന്ന് പോയി ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങി നേരെ പോകുന്നത് കെറ്റി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ബാക്കിൽ ഇങ്ങനെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്, കാരണം ഇവൻ്റെ പാൻറ്റൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു, ഉണങ്ങി കിട്ടിയില്ല. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഗൈസ്, അങ്ങനെ നമ്മൾ കെറ്റിയിൽ എത്തിയിരിക്കുന്നു. നമുക്ക് 12:30 12:38 കെറ്റിയിൽ നിന്ന് കുണൂർ വരെയുള്ള ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് സമയമുണ്ട്, കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള ടൈമുണ്ട്. ഇതാണ് നല്ല യൂക്കാലിപ്സ് മരങ്ങൾ.
മൃഗങ്ങൾക്കിടയിലൂടെ നമ്മുടെ ഇത് ടോയ് ട്രെയിൻ അല്ല വരുന്നത്. ടോയ് ട്രെയിൻ പോലെ തന്നെ അതായത് ഊട്ടിയുടെ മെയിൻ ട്രെയിൻ അതിലല്ല നമ്മൾ പോകുന്നത്. കാരണം നമുക്ക് അതിൽ ടിക്കറ്റ് കിട്ടിയില്ല. നമ്മൾ അതിന് പകരം അതേപോലെ ഏകദേശം അതേപോലത്തെ ഒരു ട്രെയിൻ സിസ്റ്റമാണ് ഇത്. നമുക്ക് ഇതിൽ നിന്ന് കെറ്റിന്ന് കൊണ്ണൂരിലേക്ക് പോകാം. വേറെ കുറേ ഇതുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ കണക്റ്റഡ് ആണ് വരുന്നത്. ഫുൾ നല്ല രസമാട്ടോ. എന്നാ പറ്റി? വെയിറ്റിംഗ് ആണോ? ട്രെയിൻ വെയിറ്റിംഗ് 10 മിനിറ്റ് ഡിലേ എന്താ സിഗ്നൽ എന്താ മിസ്സിംഗ് ആണ്? 12:32 വേണ്ടോ, ഇപ്പൊ 12:50. അയ്യോ, കറക്റ്റ് ടൈമിൽ വരാൻ ഇത് തന്നെ. ഇത് ഇന്ത്യൻ റെയിൽവേ ആണ്. അതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. ആസ് യൂഷ്വൽ ഇന്ത്യൻ റെയിൽവേ ഇങ്ങനെ എക്സൈറ്റഡ് ആട്ടോ. ഫസ്റ്റ് ആയിട്ടാണ് ഊട്ടിയിൽ വരുന്നത്. ഊട്ടി ട്രെയിനിൽ കയറാൻ ദൈവം കണ്ടോ, മൊട്ടേന്ന് ഇറങ്ങില്ല. അതിന് പിന്നെ ഊട്ടിയിൽ ട്രെയിനിൽ കയറാം. ഇവന്റെ നേരത്തെ നമ്മളൊന്നും കണ്ടിട്ട് കൂടിയില്ല. ഊട്ടി പോലും കണ്ടിട്ടില്ല അല്ലേ വെച്ചു. ഞാൻ കല്യാണം കഴിഞ്ഞ തന്നെ ട്രെയിനിൽ തന്നെ കയറുന്നത്. ഇവനോ കുഞ്ഞിൽ തൊട്ട് ട്രെയിനിൽ കയറും. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ട്രെയിൻ വരുമെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടുത്തെ ഗാർഡ് അവിടെ പിന്നെ സിഗ്നൽ എന്തോ ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇവിടെ വരുമെന്ന് പറഞ്ഞു. നമുക്ക് കിട്ടിയേക്കുന്നത് D1 കൂപ്പയിൽ 34 35 ആണ് സീറ്റ് നമ്പർ കിട്ടിയേക്കുന്നത്. അവിടെ ട്രാഫിക് ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട്. 12:51 ആയിട്ടുണ്ട്. വെയിറ്റിംഗ്. അങ്ങനെ കാത്തിരുന്ന് ലാസ്റ്റ് നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. അങ്ങനെ ട്രെയിനിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മൾ 2 സീറ്റാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൈഡ് സീറ്റ് കിട്ടി. പക്ഷേ എനിക്ക് കിട്ടിയ സീറ്റിങ്ങിൻ്റെ അവിടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തല വെളിയിലോട്ടിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫ്രണ്ടിലും ബാക്കിലുള്ളവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല. ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഈ ചേട്ടന്മാരൊക്കെ നല്ല ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനൊന്ന് മാറിയിരിക്കാൻ പറ്റുമോയെന്ന്. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് അതിൻ്റെ തൊട്ട് മുന്നിലത്തെ സീറ്റ് ഉണ്ടല്ലോ, ആ സീറ്റിൽ പോയിട്ട് ഇരുന്നു. വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് ട്രെയിനിൽ കയറണമെന്നുണ്ടെങ്കിൽ ഒരു 1 വീക്ക് മുന്നേ ആണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഊട്ടി പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ IRCTCയുടെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കുന്ന ടൈമിൽ കറക്റ്റ് 2 ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു, കൺഫേംഡ് ആയിട്ട്. അങ്ങനെ ഭാഗ്യം കൊണ്ട് അത് എനിക്ക് 2 ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ തല വെളിയിട്ടൊക്കെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു 1/2 hour ജേർണിയേ ഉള്ളൂ ശരിക്കും. അങ്ങനെ ട്രെയിനിൽ കയറി ട്രെയിനിൽ തലയിൽ വെളിയിട്ടുണ്ട് ഇപ്പോൾ ഉണ്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കൂണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി കേട്ടോ. ഇവിടെ നമ്മൾ എങ്ങോട്ട് പോകുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡിയയില്ല. ഇവിടെ എത്തിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് എവിടെ പോകണം എന്ന് ആലോചിക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി കുറച്ചേറെ നടക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡ് റെസ്റ്റോറൻറ്റ് ഒക്കെ ഇട്ടത് ലാസ്റ്റ് കണ്ടുവെച്ച ഹൈദരാബാദി ബിരിയാണിയാണ്. അവിടെ പോയി ബിരിയാണിയൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷൻ കണ്ടത് സീംസ് പാർക്കാണ്. തൊട്ടടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അഡൽറ്റിനൊക്കെ 75 റുപ്പീസാണ്. ഇവിടെ നമുക്ക് ക്യാഷും ഗൂഗിൾ പേ ഒക്കെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സീംസ് പാർക്കിലേക്ക് പോയി. ആ ടൈം കൊണ്ട് മിച്ചു ശരിക്കും പറഞ്ഞാൽ ഉറങ്ങുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഉറങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് പാർക്കിൽ പോയിട്ട് ചുമ്മാ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഒരു 2 മണിക്കൂർ കഷ്ടിച്ച് 1.5-2 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയി വെറുതെ ഇരിക്കാം നല്ലതല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ അവൻ ഉറങ്ങിയതുകൊണ്ട് ബേബിയും ശരിക്കും പറഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. നല്ല കാറ്റുണ്ടായിരുന്നു. അതേപോലെ നല്ല രസമുണ്ടായിരുന്നു അവിടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി. അതുകൊണ്ട് ഇവർ രണ്ടും കൂടെ നന്നായിട്ടുള്ള ഒരു അരമണിക്കൂർ കിടന്നുറങ്ങി. കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇവനെ പാർക്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവൻ ഉറങ്ങിപ്പോയത് കൊണ്ട് നമുക്ക് പാർക്കിൽ പോയിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. അവർ തന്നെ നമുക്ക് ഇങ്ങനെ തലയിലൊക്കെ കെട്ടിയിട്ട് നമുക്ക് ഒരു ഫ്ലവറൈസ് ഒക്കെ തന്നിട്ട് അതിനകത്ത് വെച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. 100 രൂപ കേട്ടോ ഫോട്ടോയുടെ റേറ്റ് വരുന്നിട്ടുണ്ടായിരുന്നത്. തിരിച്ച് നമുക്ക് 4 o'clockനായിരുന്നു തിരിച്ച് കൂണൂറിൽ നിന്ന് കെച്ചിയിലേക്ക് ഇത് വരുന്നത്. അങ്ങനെ അവിടെ നമ്മൾ എത്തിയിട്ട് പിന്നെ കാർ എടുത്തിട്ട് ഈഗിൾസ് ഡെയർ ഊട്ടി. ഇവിടെയാണ് ശരിക്കും നിങ്ങൾ പോകാനുള്ള ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും ഉള്ളത്. അപ്പോൾ ഞാൻ ആദ്യമേ പോയ ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച ചോക്ലേറ്റ് ഫാക്ടറി അതല്ലായിരുന്നു. എല്ലായിടത്തും ചോക്ലേറ്റ് ഫാക്ടറി ടീ ഫാക്ടറി എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടെ ഈഗിൾസ് ഡെയറി വന്നാലാണ് ശരിക്കുള്ളത്. കണ്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടീ ഫാക്ടറി ചോക്ലേറ്റ് ഫാക്ടറി എന്ന്. ഇവിടെ വന്നാലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ബാക്കിലും ഒരു ടീ ഫാക്ടറി ഉണ്ട്. അവിടെയാണ് ശരിക്കും നമുക്ക് കുറച്ചേറെ മനസ്സിലാക്കാൻ പറ്റുന്നത് ടീ ഫാക്ടറിനെ കുറിച്ച്. പക്ഷേ ഇവിടെ അത്ര മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ഔട്ടിൽ കൂടെ ജസ്റ്റ് ആ മെഷീൻസിൻ്റെ മുകളിൽ കൂടെ ഒക്കെ നടന്നു പോകുന്നതേ ഉള്ളൂ. അങ്ങനെ ഇതിൻ്റെ കുറച്ചേറെ മുകളിൽ പോയിട്ട് വേണം നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബേബി കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് ഇറങ്ങി
ഇതൊക്കെ എടുത്തു, ടോക്കൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമുക്ക് ചോക്ലേറ്റ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആൾക്കാർ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഈ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നതും അങ്ങനത്തെ മെഷീൻസൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇറക്കി. ഇതാണ് ബെഞ്ച് മാർക്ക് ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. നമ്മൾ പോയ ടൈമിലെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ആ ഒരു ടൈമിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ മെഷീൻസ് കണ്ട് ഇങ്ങനെ മോളിൽ കൂടെ നടക്കാമെന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ചോക്ലേറ്റിന് വേണ്ടി കുറേ പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 ചോക്ലേറ്റ് ആയിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടും. ഒരു ഡാർക്ക് ചോക്ലേറ്റും ഒരു വൈറ്റ് ചോക്ലേറ്റുമാണ് നമുക്ക് കിട്ടുന്നത്. അതിനു വേണ്ടിയാണ് കേട്ടോ ഇത്രയും പേര് ഇവിടെ ക്യൂ നിൽക്കുന്നത്. അങ്ങനെ നമ്മളും കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും ഈ ചോക്ലേറ്റ് വേണ്ടിയിട്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ, ഏതായാലും നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നതാണല്ലോ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നു. ലാസ്റ്റ് നമുക്കും 2 പീസ് ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കവറിനകത്ത് ഇട്ടാണ് കേട്ടോ അവർ തരുന്നത്. ഒറ്റ ബാറാണ് തരുന്നത്. അതിന് തന്നെ 8 പീസസ് ഓഫ് ചോക്ലേറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ ടോക്കൺ കൊടുത്തു. അതാ ഒരു കവറിനകത്ത് ഇങ്ങനെ അവർ ഇട്ട് തരും. അങ്ങനെ നമ്മൾ മിച്ചുവും ഞാനും കൂടെ കവർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ 2 ചോക്ലേറ്റ് ബാർ കേട്ടോ. അത് സോറി 8 അല്ല കേട്ടോ, 10 പീസസ് ആണ് ഉള്ളായിരുന്നത്. അങ്ങനെ നമ്മൾ ഇനി പോകുന്നത് ടീ ഫാക്ടറിയിലേക്കാണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് ഫാക്ടറിയുടെ നെക്സ്റ്റ് മുകളിലുള്ള ഫ്ലോർ ആണ് കേട്ടോ. ഇതുവഴി നമ്മൾ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ട് ടീ ഫാക്ടറി. നമ്മൾ അവിടെയും ഇതേപോലെ ടോക്കൺ എന്തോ എടുക്കണമെന്ന് തോന്നുന്നു. അതെടുത്തിട്ട് വേണം അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. അതെടുത്ത് നമ്മൾ അകത്തോട്ട് കയറി. പക്ഷേ ഇവിടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും അധികം കാണാൻ വേണ്ടിയിട്ടില്ല. നമ്മൾ ഇതേപോലെ ജസ്റ്റ് മെഷീൻസിൻ്റെ ഒക്കെ കണ്ടോ, ഇങ്ങനെ നമ്മൾ പുറമേ കൂടെ ഇങ്ങനെ നടന്നു പോയി മെഷീൻസൊക്കെ ഇങ്ങനെ പുറമേ കാണാനേ പറ്റത്തുള്ളൂ. പിന്നെ നമുക്കിവിടെ നിന്ന് ഒരു അടിപൊളി വ്യൂ പോയിന്റ് കാണാം കേട്ടോ. ഊട്ടിയിലെ അടിപൊളി ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് ബെഞ്ച്മാർ ചോക്ലേറ്റ് ഫാക്ടറി ആൻഡ് ടീ ഫാക്ടറി ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് വ്യൂ ഒക്കെ കണ്ട് അവിടെ നിന്ന് തന്നെ നമുക്കൊരു കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ടീ കിട്ടും കേട്ടോ. അവിടെ മസാല ടീ, ജിഞ്ചർ ടീ, അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ടീ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഏത് ടീ വേണോ അതും കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ. അത് വാങ്ങിയിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നെക്സ്റ്റ് റൈറ്റ് തിരിഞ്ഞ് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു ബെഞ്ച്മാർക്ക് ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരവിടുന്ന് പറയുന്നുണ്ട്. അതൊക്കെ കണ്ടോണ്ട് പക്ഷെ ഭയങ്കര മധുരമാണ് കേട്ടോ. സാധാരണ ഫ്രീ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ഉടായ്പ വലിയ വെള്ളം അത് അത്യാവശ്യം നല്ല കൺസിസ്റ്റൻസിയിൽ പാലുണ്ട്. കണ്ടൻസ് ഇറങ്ങാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പോകുന്നതാണ് നമ്മുടെ റൂമിലേക്ക്. ഓൾറെഡി നമ്മളിപ്പോൾ ലേറ്റ് ആയിട്ടുണ്ട് റൂമിലേക്ക് പോകാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു ടീ ഫാക്ടറിയും കൂടെ ഉണ്ടെന്ന്. അതിൻ്റെ ബാക്കിൽ ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ ബാക്കിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടീ ഫാക്ടറി വേണം പോകാനായിട്ട്. ഈ ഒരു ടീ ഫാക്ടറി ഉണ്ടല്ലോ, ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടീ ഫാക്ടറിയെ കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. മറ്റേ നമ്മൾ ഔട്ടറിൽ കൂടെയാണ്, ഇത് ദൊണ്ടപ്പെട്ട ടീ ഫാക്ടറി കേട്ടോ. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ മറ്റേ ബെഞ്ച് മാർക്കിനേക്കാളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നത് ഈ ഒരു ടീ ഫാക്ടറി കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് ഇലയൊക്കെ കണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ വേണ്ടിയിട്ടുണ്ട്. മറ്റേ നമ്മൾ പുറകെ നടക്കുന്നുണ്ട്, ഒന്നും കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം, അടുത്തും കൂടെ കണ്ട് മനസ്സിലാക്കി അങ്ങനെയൊക്കെ വേണ്ടി പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ ഇവിടെ കുറച്ച് അവിടെ നമ്മൾ വർക്കിംഗ് ആയിരുന്നു ആ ടൈം പോയിട്ടുണ്ടായിരുന്നത്. മെഷീൻസൊക്കെ റൺ ആകുന്നുണ്ടായിരുന്നു. അവിടെ നമുക്ക് കണ്ടിങ്ങനെ പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയും നമുക്ക് ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. എല്ലായിടത്തും ടീ ഫാക്ടറി ഉള്ളിടത്തൊക്കെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ചോക്ലേറ്റ് കിട്ടും. അവിടെ നമുക്ക് ബാർ ചോക്ലേറ്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ബബിൾസ് വാട്ടർ ചോക്ലേറ്റ് ആണ് കിട്ടുന്നത്. 2 പീസ് വെച്ചിട്ട് 3 വെറൈറ്റി ചോക്ലേറ്റ് ഉണ്ട്. എല്ലാത്തിലും നമുക്ക് 2 വെച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടു. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വേണമായിരുന്നു. അത് നമ്മൾ ഇവിടെ നിന്നാണ് മേടിച്ചത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇവിടെ റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി. ആദ്യം പോയ ഷോപ്പിനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് വൈസ് ആദ്യത്തെയാണ് കേട്ടോ നല്ലത്. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ കാണാം കേട്ടോ. നമ്മൾ ഈ എക്സിറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ആകാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് പോകണം. അതിന് നേരെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഫുൾ ഊട്ടിയുടെ ഒരു വൈബ് കാണാം കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മളെ റൂമിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള റൂം എടുത്തുള്ളത് സെക്കൻഡ് ടൈം. അവിടെ നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരു 6:30 ആയി കഴിഞ്ഞു. അപ്പോൾ സിൻക്ലെയർസ് റിട്രീറ്റ് അതാണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെ പേര്, ഹോട്ടലിൻ്റെ.
അപ്പോൾ നമ്മുടെ ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നൊരു 4500 ആ ഒരു റേറ്റിലാണ് കേട്ടോ നമ്മൾ ഈ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു 4 സ്റ്റാർ ഹോട്ടലാണ്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടുന്നൊക്കെ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റൂമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെക്കിനൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഏകദേശം ലൈറ്റൊക്കെ ആയി. നമ്മൾ ഓൾറെഡി അന്നത്തെ ഫുൾ ഓട്ടമൊക്കെ ആയതുകൊണ്ട് നല്ല ടയേർഡുമായിരുന്നു. നമുക്ക് അന്നത്തെ ദിവസം പിന്നെ വെളിയിലോട്ട് ഇറങ്ങി പോകാനോ അതുമല്ല നമുക്ക് അങ്ങനെ തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഇവനെയും കൊണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയില്ല അധികം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റൂമിൽ നിന്ന് നേരെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ നമ്മളവിടെ ഡിന്നർ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ പോയത് തലശ്ശേരി തക്കാളം. ആസ് യൂഷ്വൽ എല്ലായിടത്തും തലശ്ശേരി തക്കാരം ഉണ്ട് കേട്ടോ. നമ്മൾ നിയറസ്റ്റ് തലശ്ശേരി തക്കാരം നോക്കുവാണെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ വ്യൂ. നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഫോറസ്റ്റ് റൂമാണ്. ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു കാട് കണ്ടുകൊണ്ട് റൂമിൽ ഇരിക്കാം, അത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ മറ്റടുത്താണ് എനിക്ക് കുറച്ചും കൂടെ റൂമൊക്കെ ഇഷ്ടപ്പെട്ടത്. ഇവിടെ റൂമൊക്കെ കൊള്ളാം, പക്ഷേ വ്യൂ ഒന്നും ഇല്ലായിരുന്നു. മറ്റടുത്ത് കുറച്ച് ബാൽക്കണി ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ബാൽക്കണി ഒന്നും ഇല്ല. നമ്മൾ ഈ ഒരു ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട് വരും. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിട്ടോ നേരെ പോകുന്നത് തൊണ്ടപ്പട്ടയാണ്. ഊട്ടിയിലെ ഹയസ്റ്റ് പീക്ക് എന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ മലകൾ കയറി 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 പോവാണ്. നമ്മളിപ്പം എടുത്തേക്കുന്ന റിസോർട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ്സേ ഉള്ളൂ ട്രാവൽ വന്നിട്ട്. 7:30 ആയിട്ടുണ്ട്. ഇവിടുത്തെ ആ റിസപ്ഷനിലെ പുള്ളിക്കാരൻ പറയുന്നത്, വേറൊരു പുള്ളിക്കാരുണ്ടായത് ഇപ്പൊ രാവിലെ, സാറ് നല്ല കെർവുള്ള റോഡാണ്, നല്ല ഹില്ലി പ്ലേസ് ആണ്, കെർവുള്ള റോഡാണ്, സൂക്ഷിച്ചു പോകണം, ഡ്രൈവിംഗ് അറിയത്തില്ലേ ഡ്രൈവറിനെ ഇവിടുന്ന് വിടാമെന്നൊക്കെ. നമ്മൾ ഇടുക്കിക്കാരൻ റോഡാണ്, നോർമല് നമ്മള് കുട്ടിക്കാരൻ കയറുന്ന ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നൈസായിട്ടുണ്ട്. ദൊഡ്ഡപ്പെട്ട എത്തി. എത്ര 3 കിലോമീറ്റർ നമുക്ക് അവിടെ പോയിട്ട് പിന്നെ വിശേഷങ്ങൾ കാണാം. നമ്മൾ പോസ്റ്റായി. ദൊണ്ടപ്പെട്ട പീക്ക് 8 AM ആണ് ഓപ്പൺ ആക്കുന്നത്. നമ്മൾ ഇപ്പുറത്തെ വഴി കൂടെ കയറി പോയി 3-4 കിലോമീറ്റർ പോയപ്പോഴാണ് വീണ്ടും കാണിക്കുന്നത് റീറൂട്ടിങ്. താഴെ തെറ്റിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് മുകളിലോട്ട് കയറണമായിരുന്നു, അത് ക്ലോസ് ചെയ്തിട്ടേക്ക്. ഞങ്ങളിപ്പോ വേറെ കാണിച്ചത് ഇവിടുന്ന് കാണാൻ പറ്റത്തില്ല. ഇതൊരു ജംഗ്ഷനാണ്. ഒരു മിനിറ്റ്. നമ്മൾ ഊട്ടിയിൽ നിന്ന് വരുന്ന വഴി അതാണ്. അതൊന്ന് ഈ ഒരു പോസ്റ്റ് ഉണ്ട്, ഈ 8 പോസ്റ്റ് പോലെ. അവിടുന്ന് ഈ റൈറ്റിലോട്ട് തിരിയുമ്പം ഈ ഇതേപോലെ 2 വഴിയുണ്ട്. ഈ താഴോട്ടുള്ള വഴിയല്ല, ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വഴിയാണ്. ചെറിയൊരു ചെക്ക് പോസ്റ്റും ഉണ്ട് ഇവിടെ. ഈ വഴിയാണ് പോകുന്നത്. കണ്ട ടൈമിങ് കൊടുത്തിട്ടുണ്ട്. ടൈമിങ് ഈസ് ട്രെക്കിംഗ് ഈസ് നോട്ട് അലൗഡ്. ബെറ്റർ പീക്ക് ടൈം അലൗഡ് 8 to 5 PM മാത്രമേ ഉള്ളൂ. സോ ഇതൊന്ന് നോട്ട് ചെയ്തോണം. താഴോട്ട് ഇതിൻ്റെ താഴോട്ട് ഒരു വഴിയുണ്ട്, അങ്ങോട്ട് ഒരു വഴിയുണ്ട്, 2 സ്ഥലങ്ങളുണ്ട്. ഇത് നേരെ ഇതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഞങ്ങളിത് ഈ താഴോട്ടുള്ള വഴി കൂടെ പോയി. പിന്നെ ഇങ്ങോട്ടുള്ള വഴി വരുന്നത് ഇതിൻ്റെ അകത്തോട്ട് എന്തോ ഒരു വഴി കാണിക്കുന്നു. ഇവിടെ കുറേ ടാക്സി ഇതുണ്ട്, എന്തൊക്കെയോ സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട് താഴോട്ടും. വണ്ടി ഇവിടെ ഇട്ട് ഇരിക്കുകയാണ്. ചെക്ക് പോസ്റ്റിൽ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവർ വന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം. ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. ഇവരിവിടെ എന്ത് ചെയ്യുവാണ്? പാട്ട് കേട്ട് സൂചിച്ചിരിക്കുവാണോ? ഓക്കെ പറ. ഇപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട്. എൻട്രൻസ് ഫീ 10 രൂപയാണ് പെർ ഹെഡ്. ഇതാ ഇവരെ നമ്മൾ കുറച്ച് പരിചയപ്പെട്ട കുറച്ചന്മാരുണ്ടായിരുന്നു. കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, ഇങ്ങനെ കുറേ പയ്യന്മാരുണ്ട്. ഒരു മറ്റേ മദ്രാസ് റെജിമെൻറ്റിൻ്റെ ഇതാ. പിന്നെ കുറച്ച് എൽഡേഴ്സ് സിറ്റിസൺ ഉണ്ട്. ഇതാണ് ദൊഡ്ഡബിഡ വ്യൂ ടവർ. അത് കയറി നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ എന്നാന്നൊക്കെ നോക്കാം നമുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഊട്ടിയുടെ മനോഹാരിത. രണ്ട് നല്ല കാറ്റുണ്ട്, നല്ല കാറ്റിൻ്റെ സൗണ്ട്. ഫെൻസ് ഇട്ടിട്ടുണ്ട്, ബ്ലോക്ക് ഇതൊക്കെ ഉണ്ട്. തിരിച്ച് കയറി ആരങ്ങോട്ട് ഓടുന്നുണ്ട്.
തണുത്തിട്ടാന്ന് തോന്നുന്നു അവരങ്ങോട്ട് ഓടിയിട്ടുണ്ട്. എന്നാ എന്നാ വെച്ചു എന്നാ വെച്ചു കിളി? ക്യാമറ കണ്ട ഇപ്പൊ ഞങ്ങള് മടിയാ. നാണോ ക്യാമറ കണ്ട നാണോ? തണുക്കുന്നേ വിച്ചിട്ട് തണുക്കുന്നു കൈ തണുക്കട്ടെ പപ്പോ. അവിടെ തന്നെ നമുക്കൊരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ. അവിടുന്ന് നമുക്ക് കയറി കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് വ്യൂ ഒക്കെ കാണാൻ. അപ്പം അവിടെ താഴെ നിന്ന് വ്യൂ പോയിന്റ് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഈ ഒരു വാച്ച് ടവർ കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു അടിപൊളി വ്യൂ കാണാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പോയാൽ കേട്ടോ നല്ല അടിപൊളി വ്യൂ നിങ്ങൾക്ക് കിട്ടുക. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് നേരെ പോയത് റൂമിലേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ഇവിടുത്തെ ചെക്കൗട്ട് ടൈം പറഞ്ഞാൽ 10 AM ആയിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇത്രയും 10 AM എന്നൊക്കെ നമ്മൾ എങ്ങനെ ചെക്കൗട്ട് ചെയ്യാനാ? ഞാൻ ശരിക്കും എന്നിട്ട് 1 അവർ എക്സ്റ്റൻഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1 അവർ എക്സ്റ്റൻഷൻ 11 o'clockന് ചെക്കൗട്ട് ചെയ്താൽ മതി പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്നും പറയാനില്ല. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹോട്ടൽ ശരിക്കും കണ്ടുപോലുമില്ല. ഇന്നലെ വൈകുന്നേരമാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി ഹോട്ടലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. ഇവിടെ നമുക്ക് കുറച്ച് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കുറേ കോംബോ ഓഫേഴ്സ് ഉണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതിൽ 3 അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ സിപ്പ് ലൈന്, പിന്നെ 2, 3 വാക്കിങ്, ബ്രിഡ്ജ് അങ്ങനത്തെയൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ വീട് കയറാൻ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു. ഇതൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞു. വേണമെങ്കിൽ നീ പോയി കയറിക്കോളാൻ പറഞ്ഞു. എനിക്കിതൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. കൊച്ചിനെ പിടിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജൊക്കെ ഞാൻ പകുതി എടുത്തപ്പോൾ ശരിക്കും ടയേർഡായിപ്പോയി, മടുത്തുപോയി. കട്ട വെയിലുണ്ടായിരുന്നു, കാറ്റുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ടയേർഡായിപ്പോയി. നടുക്ക് വരെത്തിയപ്പോൾ നല്ലൊരു നീളമുള്ള ബ്രിഡ്ജായിരുന്നു. മിച്ചു എന്നെ നോക്കി ഇവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. അത് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. സിപ്പ് ലൈനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വേറൊരു ആക്ടിവിറ്റി കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് വീഡിയോ ഫോട്ടോസൊന്നും കിട്ടത്തൊന്നുമില്ല. ഈ 2 എണ്ണത്തിൻ്റെ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടും. അത് നമ്മൾ ഫ്രണ്ട് സെഷൻ ഉണ്ടല്ലോ, അവിടെ പോയാൽ നമുക്ക് ഇതിൻ്റെ ഫോട്ടോസ് 100 റുപ്പീസാണ്. മാഡം, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? സൂപ്പറായിരുന്നു. കൊള്ളാമായിരുന്നു. ഞങ്ങളിവിടെ പറഞ്ഞു പകുതി ദൂരം നല്ല സ്പീഡിൽ പോയി, അതിനുശേഷം ഒരു പമ്മലായിരുന്നു. അടുത്തായപ്പോൾ കുറച്ചുകൂടെ പമ്മലായി. എനിക്കറിയാം. പിന്നെ നമ്മൾ നേരെ പോയത് ഫോട്ടോ ആൻഡ് വീഡിയോ കൗണ്ടറിലേക്കാണ്. ആവശ്യമുള്ള ഫോട്ടോസൊക്കെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ വീഡിയോസ് എടുത്തു. എനിക്ക് വീഡിയോ എടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ സിപ്പ് ലൈനിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. പെട്ടെന്ന് തീർന്നു പോയതുപോലെ. സിപ്പ് ലൈൻ ചെറുതായിരുന്നു, അതുകൊണ്ട് തന്നെ വേഗം എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങളിവിടെ പോവുകയാണെങ്കിൽ ഇതെന്നാലും എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. ഈ ഒരു സിപ്പ് ലൈന് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ അവിടുന്ന് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പോയിട്ട് റോസ് ഗാർഡൻ. ഊട്ടി വന്നിട്ട് റോസ് ഗാർഡനിൽ കയറിയില്ല എന്ന് പറഞ്ഞാൽ അത് മോശമായിട്ടൊരു കാര്യമല്ലേ. അതുകൊണ്ട് നേരെ പോയത് റോസ് ഗാർഡനാണ്. അതെങ്കിലും കാണണമല്ലോ. അപ്പം 75 റുപ്പീസാണ് കേട്ടോ അഡൽറ്റിൻ്റെ പ്രൈസ് വരുന്നത്. കട്ട വെയിലായിരുന്നു. കറക്റ്റ് ഉച്ച സമയത്താണ് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് വൈകുന്നേരം തിരിച്ച് കൊച്ചിക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയമുള്ളായിരുന്നു എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പോൾ റോസ് ഗാർഡൻ എന്താണെന്നുള്ളതൊന്ന് കണ്ടിട്ട് നമുക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ റോസൊക്കെ ശരിക്കും കരിഞ്ഞിരിക്കുമായിരുന്നു. അപ്പം ഈ ഒരു സീസൺ അല്ല കേട്ടോ റോസിൻ്റെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നേരെ പോയത് ആസ് യൂഷ്വൽ തക്കാരത്തിലേക്കാണ്. തക്കാരത്തിലാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദി ടൈം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നല്ല ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ചെക്കൗട്ട് അങ്ങനെ ചെയ്തു. നമ്മൾ നെക്സ്റ്റ് ഫുഡൊക്കെ ഡെസ്റ്റിനേഷൻ എന്ന് കഴിച്ച് ഇറങ്ങി. പറയുന്നത് അപ്പോൾ നമ്മൾ ലൗഡയിലാണ്. ലൗഡയിൽ പോയിട്ട് ഊട്ടി പ്രത്യേകിച്ച് ടൗണിൽ ഒന്നും നിന്ന് കാണേണ്ടതൊന്നുമില്ല. ബൈ ബൈ റെയിൽവേ പറയുകയാണ്. സ്റ്റേഷനിലല്ലേ ആ ഒരു റെയിൽവേ നമ്മള് സ്റ്റേഷൻ ഫുഡ് കഴിച്ചത് കേരള ഫുഡ് തക്കാരം എന്ന് കണ്ടിട്ടുള്ളതാണ്. ലൗഡേ എന്ന് പറഞ്ഞിട്ട് പ്ലേസ്. ആ ജസ്റ്റ് ഒരു പ്ലേസ്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മിച്ചു ആണെങ്കിൽ കറക്റ്റ് ഒരു സ്ലീപ്പിംഗ് ടൈം ആയിരുന്നു അവൻ്റെ. അതുകൊണ്ട് തന്നെ അവൻ ഉറങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊന്നും അധികം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. അവനെ എടുത്തുകൊണ്ട് എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നമുക്ക് 2 മേജർ ഡെസ്റ്റിനേഷനിലേക്കാണ് പോകാൻ വേണ്ടിയിട്ടുള്ളത്. ഒന്ന് നമുക്ക് ലാംസ് റോക്ക്, പിന്നെ നമുക്ക് ഡോൾഫിനോസ്. ഈ പോകുന്ന വഴി തന്നെയാണ് ഈ 2. ഫസ്റ്റ് നമുക്ക് ലാംസ് റോക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഡോൾഫിനോസ്. രണ്ടും ഒരേ വഴി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ നമുക്ക് കവർ ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്കൊരു 2 കിലോമീറ്ററോളം നടക്കാനുണ്ട് കേട്ടോ. കാർ ഇട്ടിട്ട് 2 കിലോമീറ്റർ നമ്മൾ നടന്നതിലാണ് നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്താൻ പറ്റുന്നത്. നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത് ഈ ഒരു 2 വ്യൂ പോയിന്റും. കാരണം നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു 2 വ്യൂ പോയിന്റിലും. പിന്നെ നമുക്ക് ഊട്ടിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള
ആയിട്ടുള്ള 2 ഡെസ്റ്റിനേഷനാണ് ഈ ലാംസ് റോക്ക് എന്ന് പറയുന്നത്. ലാമ്പിൻ്റെ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ടായിരിക്കും ലാംസ് റോക്ക് എന്നൊക്കെ പറയുന്നത് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അവിടെ നമ്മൾ നേരെ പോകുന്നത് ഡോൾഫിൻ ഹൗസിലേക്കാണ്. അപ്പോൾ നമുക്ക് ക്ലോസിങ് ടൈം ഏകദേശമായി. 40 റുപ്പീസാണ് ഇവിടുത്തെ എൻട്രി ഫീസ് വന്നിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാൻ വേണ്ടി ഇല്ല. ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് തന്നെ ഉള്ളൂ. കണ്ടോ ഇവിടെ ഒരു കർവിൽ ഡോൾഫിൻ്റെ നോസ് പോലത്തൊരു ഷേപ്പ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഡോൾഫിൻ നോസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വ്യൂ പോയിന്റ് കാണാം കേട്ടോ. ഇവിടുന്ന് നമുക്ക് ഇവിടെ നോക്കിയാൽ ഊട്ടി ഫുൾ ഇങ്ങനെ കണ്ട് കുറച്ച് നേരമൊക്കെ വൈബടിച്ച് നിൽക്കാം. നമ്മൾ ടൈം ശരിക്കും പറഞ്ഞാൽ 4:50 5 o'clock വരെ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഊട്ടിയിലെ എല്ലാ പ്ലേസും ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഊട്ടി വ്ളോഗ് ഡോൾഫിൻ ഹൗസ് കൊണ്ട് തീരുകയാണ്. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. 3 days 3 ദിവസം നമ്മൾ നന്നായിട്ട് അടിച്ചു പൊളിച്ചു. കുറേ സ്ഥലങ്ങൾ ഇനിയും കാണാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഓടിച്ചാടി നടക്കാനുള്ള ടൈം ഇല്ല. ഓൾമോസ്റ്റ് നമുക്ക് അത്യാവശ്യം കാണേണ്ട പ്ലേസസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഊട്ടി വിസിറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. മിക്കയിടത്തും നമ്മൾ ഈ പാർക്കിംഗ് ഫീ അതൊന്നും GPay ഇല്ല. ക്യാഷ് ആയിട്ട് വരാൻ നോക്കുക. തുറക്കും ഒടുക്കും ഞാൻ പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. ക്യാഷ് ആയിട്ട് കുറച്ച് ലിക്വിഡ് ക്യാഷ് ആയിട്ട് കൈ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനിലൂടെ അടിച്ചു പൊട്ടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ ബൈ പറ. ബൈ പറ വെച്ച് ബൈ ബൈ.